എക്സാലോജി കേസ് സിപിഐഎം നേതാക്കളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ ഇഡിയുടെ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ബിജെപിയിലേക്ക് ആളെ കൂട്ടാനാണ് ഇഡി ശ്രമിക്കുന്നത്. കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് ഇഡിയുടെ രാഷ്ട്രീയം തുറന്നുകാട്ടാൻ സിപിഐഎം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിന്റെ വീട്ടിലടക്കം കോഴിക്കോട് നഗരത്തിൽ 8 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയത്. CMRL എക്സാലോജിക് കേസ് സിപിഐഎമ്മിനെ കുടുക്കാനുള്ള ആയുധമായി കേന്ദ്ര സംസ്ഥാന സർക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇഡിയുടെ രാഷ്ട്രീയം തുറന്നുകാട്ടാൻ സിപിഐഎം കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വെച്ച് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. ഇഡിയുടെ രാഷ്ട്രീയം പ്രതിപക്ഷ വിരുദ്ധമാണ്. BJPയിൽ ചേർന്നാൽ പിന്നെ ഇഡി കേസില്ല. കഴിഞ്ഞ 12 വർഷത്തിനിടെ 9% കേസുകൾക്ക് മാത്രമാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. അതിൽ ശിക്ഷ ലഭിച്ചതാകട്ടെ 0.5% കേസുകളിൽ മാത്രം. എക്സാലോജിക് കേസ് കമ്പനി അന്വേഷിക്കട്ടെ. അതുവഴി കേസ് PB അംഗം പിണറായി വിജയനിലേക്കും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PA മുഹമ്മദ് റിയാസിലേക്കും എത്തിക്കാനുള്ള ഇഡിയുടെ ശ്രമത്തിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും ആ രാഷ്ട്രീയത്തിന് കീഴടങ്ങാൻ CPIMനെ കിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വീണയുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ കാര്യത്തിൽ കൃത്യമായ തെളിവടിസ്ഥാനപ്പെടുത്തി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നിലപാടുകൾ സ്വീകരിച്ചു. പക്ഷേ അതിന്റെ പേരിൽ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും, അന്നേ പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രി എന്ന രീതിയിലാണ്, ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലാണ്, സഖാവ് പിണറായി വിജയനെതിരായിട്ട് ഈ കേസ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ കളി നടത്തുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ അന്നും ഇന്നും എതിർക്കുന്നത്, ഇനിയും എതിർക്കും. ഇഡി വാർത്താക്കുറിപ്പ് ഇറക്കിയത് വിചിത്രമാണ്. ഇഡിക്ക് തെളിവുണ്ടെങ്കിൽ അത് കോടതിയിൽ സമർപ്പിക്കാം, അല്ലാതെ വാർത്താക്കുറിപ്പ് ഇറക്കുകയല്ല വേണ്ടതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേസിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവസാനം തീരുമാനിക്കുന്നത് കോടതിയാണ്. അന്വേഷിക്കുന്ന ഓരോ കാര്യവും ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ചു പറയുന്നത് രാഷ്ട്രീയമാണ്. അപ്പൊ ഇഡി രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് വിചിത്രമാണ് എന്ന് പറഞ്ഞത്. വിചിത്രമാണ് എന്ന് പത്രസമ്മേളനത്തിൽ സഖാവ് പിണറായി പറഞ്ഞ ഉടനെ തന്നെ വീണ്ടും പത്രക്കുറിപ്പ്. ഇത് വിചിത്രമല്ല, പിന്നെന്താ? ഇഡിക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ അനുവാദം നൽകിയത്? ഇത് നിയമമനുസരിച്ച BJPയെ പ്രതിരോധിക്കേണ്ടതിന് പകരം പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുകയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.